ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നൊന്ന് ഷോപ്പിങ്ങിന് പോവാണ്. ആസ് യൂഷ്വൽ വീടിനടുത്ത് മാത്രമല്ല എവിടെ പോയാലും റെയിൽവേ ഒക്കെ ഈ ക്ലോസിങ് കിട്ടുക എന്നുള്ളത് സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴോ ട്രാഫിക് ബ്ലോക്കും എല്ലാം കഴിഞ്ഞു. അവസാനം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ട്രെൻഡ്സിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇച്ചാൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ജെൻസിൻ്റെ സെഷൻ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. നോർമലി എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇഷ്ടം. കഴിഞ്ഞ വർഷം ഞാൻ സർപ്രൈസ് ഗിഫ്റ്റാണ് കൊടുത്തിരുന്നത്. ഈ പ്രാവശ്യം ഞാൻ ഓർത്തു അതൊന്ന് മാറ്റി പിടിച്ചാലോ, ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതല്ല ഇതിലും ബെറ്റർ എന്ന്. അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സിലേക്ക് എത്തിയത് സെക്കൻഡ് ഫ്ലോറിലെത്തി. അങ്ങനെ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഒരു പാൻസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ്, അതായത് ഡിഫറെൻറ്റ് വെറൈറ്റി മെറ്റീരിയലുള്ള പാൻസ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഒത്തിരി കളേഴ്സ് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ബേസിക്കലി വേണ്ടത് ലൈക്രയുടേതായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്കും കളേഴ്സ് വളരെ കുറവായിരുന്നു. രണ്ട് കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കളറായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഈ ഒരു ഡാർക്കർ നേവി ബ്ലൂ ആണ്. അപ്പോൾ എന്തായാലും അത് പർച്ചേസ് ചെയ്തു. പിന്നെ അതിന് ചേരുന്ന ഷർട്ട് ഏതാണെന്നുള്ളത് അവിടെയുള്ള ഷർട്ടുമായിട്ട് ഏതാണ് സ്യൂട്ട് ആവുന്നതെന്നുള്ള മാച്ചിങ് ഒക്കെ നോക്കി. പിന്നെ ഞങ്ങൾക്ക് ഷോർട്സ് കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ പെർഫോമാക്സിൻ്റെ ഡിഫറെൻറ്റ് ഷോർട്സ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ അതും ഈ ഒരു ഗ്രേ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒത്തിരി ഷെയ്ഡ്സ് ഇവിടെ അവൈലബിൾ അല്ല. പിന്നെ ഈ ഒരു ടീഷർട്ട് അവിടെ കണ്ടു, നല്ല രസമുണ്ട്. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് നോക്കി. പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കളേഴ്സിലുള്ള ടീഷർട്ട്സ് അവൈലബിൾ ആണ്. ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും അതുപോലെ തന്നെ സ്ട്രൈപ്ഡ് പാറ്റേണൊക്കെ. ഞങ്ങളിവിടെ പെർഫോമാക്സിൻ്റെ ഷോർട്സ് നോക്കുമ്പോൾ ഇവിടെ 499, 599 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെ, പക്ഷേ അജിയോയിൽ ഇതിലും പ്രൈസ് കുറച്ച് നമുക്ക് അവൈലബിൾ ആണ്, ഓഫറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഷോർട്സ് വാങ്ങിയില്ല, അജിയോ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വേറൊന്നും കൂടെ കൊണ്ടല്ല, ഇവിടെ എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡും പിന്നെ ഒരെണ്ണം മാത്രമേ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് സ്കിപ്പ് ചെയ്തു. പിന്നെ ഞാനിത് ഈ വീഡിയോ ഇടുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. അജിയോന്ന് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ലേഡീസിൻ്റെ സെഷനിൽ ചെന്നപ്പോഴേക്കും അടിപൊളി കളക്ഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് നല്ല വെറൈറ്റി ടോപ്പും കോഡ് സെറ്റും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ കുട്ടികളുടെ നല്ല ബോസ്, ഹെയർ ആക്സസറീസ്, നെയിൽ പോളിഷ്, ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നെയിൽ പോളിഷ് നോക്കിയെങ്കിലും ഒത്തിരി കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. വെറൈറ്റി ഷെയ്ഡ്സ് ഒന്നും അവൈലബിൾ ആയി കണ്ടില്ല. ഇതിലും ബെറ്റർ സ്റ്റുഡിയോ ആയിരുന്നു. പിന്നെ ട്രെൻഡ്സിൽ ഞാൻ പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും ഓഫർ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, 3499 3499 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അത്രയും എമൗണ്ടിൽ തന്നെ നമുക്കൊരു ഫ്രീ പർച്ചേസിങ് കൂപ്പണും കൂടെ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ബില്ല് ചെയ്തു. ഇവിടുന്ന് ഞാൻ ആക്സസറീസും മറ്റു കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. എനിക്ക് അത്രയും അഫോർഡബിൾ ആയിട്ടത് തോന്നിയില്ല. മാത്രമല്ല ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റായിട്ട് എനിക്ക് ആക്സസറീസ് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാതിരുന്നത്. ഓരോന്ന് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ വന്നപ്പോൾ പുറത്ത് നല്ല വെട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ ഫുൾ ഇരുട്ടായി. ഇതാണ് പർച്ചേസിങ്ങിന് പോയാലുള്ള പ്രശ്നം. പർച്ചേസ് ചെയ്ത് ഇറങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ടൈം പോകുന്നത് അറിയില്ല. പിന്നെ ആ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി പോകുന്നത് ചേർത്തലയിലുള്ള 4 ബ്രദേഴ്സ് ബേക്കറിയിലേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പബ്സ് ഫേവറേറ്റ് ആണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ബിരിയാണി കിട്ടുമോ എന്നറിയാൻ വേണ്ടി എൻ്റെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടിൽ നോക്കിയിരുന്നു. ചേർത്തലയിലെ ഗാന്ധീസാണ് എൻ്റെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ട്. പക്ഷേ ഗാന്ധീസിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് വേറൊരു സത്യം മനസ്സിലായത്, അതും അടച്ചിട്ടിരിക്കുകയാണ്. സോ അത് പോട്ടേന്ന് ഓർത്തു, ഷെയ്ക്ക് കുടിച്ചിട്ട് പോകാം എന്നുള്ളൊരാശ്വാസത്തിൽ ഞങ്ങൾ നേരെ ഫോബിയിലേക്ക് പോവുകയാണ്. ചേർത്തലയിൽ ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഫുള്ള് നിൽക്കുന്നത്. പിന്നെ ഇവിടെയാണ് ഈ ഹാപ്പി ഗോൾഡ് ജ്വല്ലറി. ഈ ഒരു ഫുൾ ഡെക്കർ ചെയ്ത് നിൽക്കുന്നതാണ് ഹാപ്പി ഗോൾഡ് ജ്വല്ലറി. ഇവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ എപ്പോഴും കുറേ വെറൈറ്റി റീൽസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേർത്തലയിൽ ഈ ജ്വല്ലറി അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ KSRTC സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് 4 ബ്രദേഴ്സ് ബേക്കറി വരുന്നത്. മൊത്തം ട്രാഫിക് ബ്ലോക്കാണ്. ഏത് സമയം നോക്കിയാലും ഇവിടെ ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ 4 ബ്രദേഴ്സിൽ വന്നപ്പോഴോ അതും സെയിം അവസ്ഥ.
അതും ക്ലോസ്ഡാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കുറച്ച് സ്ട്രൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ബിഗ് ബൈറ്റ്സ് എന്ന് പറയുന്നൊരു ബേക്കറി ഉണ്ട്, അപ്പോൾ നമുക്ക് അത് ലക്ഷ്യമായിട്ട് പോകാമെന്ന് ഓർത്തു. ഫോർ ബ്രദേഴ്സ് അടച്ചിടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് ഓപ്പൺ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടം വരെ വന്നത്. സോ എന്തായാലും വന്നതല്ലേ, ഷേക്ക് കുടിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള ഒറ്റ തീരുമാനം കൊണ്ട് ഈ ബ്ലോക്കിലൂടെ ഞങ്ങൾ പതിയെ പോയി. ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെയൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് ബിഗ് ബൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ബിഗ് ബൈറ്റ്സിൻ്റെ അടുത്തേക്കാണ് ഇനി അടുത്ത ലക്ഷ്യം. ഇവിടെ ബ്ലോക്ക് കണ്ട് നമ്മൾ നിരങ്ങിയാണ് പോകുന്നത്. ഒത്തിരി ടൈം എടുത്ത് മാത്രമേ ഇവിടെ എത്തിച്ചേരുള്ളൂ. അപ്പോൾ എന്തായാലും ബിഗ് ബൈറ്റ്സിലെത്തിയപ്പോഴേക്കും അവിടെ എന്തായാലും ഓപ്പണാണ്. അതേതായാലും ഭാഗ്യമായി. പിന്നെ ഒരു ആംബുലൻസ് ഒക്കെ ക്രോസ് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പതിയെ അവിടെ വെയിറ്റ് ചെയ്തൊക്കെ നിന്ന് പതിയെ ബിഗ് ബൈറ്റ്സിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഇച്ചാനൊരു ഫ്രഷ് ലൈമും എനിക്ക് ഷേക്കുമായിരുന്നു വേണ്ടത്. എൻ്റെ ഫേവറേറ്റ് പിസ്ത ഷേക്കാണ്. അപ്പോൾ പിസ്ത ഷേക്ക് കുടിക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാനിവിടെ ബിഗ് ബൈറ്റ്സിൽ വന്നിട്ടുള്ളത്. ബിഗ് ബൈറ്റ്സിൽ ഇതിനു മുമ്പ് ഞാനും അച്ചുവും കൂടെ നേരത്തെയും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഫോർ ബ്രദേഴ്സ് തന്നെയാണ്. പിന്നെ എന്തായാലും ചെന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും അവിടുത്തെ നമുക്ക് മെനു ഒക്കെ കൊണ്ടു തന്നു. അപ്പോൾ മെനു നോക്കിയപ്പോഴേക്കും പ്രൈസ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഒത്തിരി അഫോർഡബിൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റിൽ നമുക്ക് കഴിക്കാം എന്നേ ഉള്ളൂ. സോ ഇവിടെ ഫുള്ള് നോക്കി ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ പിസ്ത ഷേക്ക് എന്നുള്ള ആഗ്രഹം ചേഞ്ച് ചെയ്ത് അവക്കാഡോ ഷേക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം നമ്മുടെ അവക്കാഡോ ഷേക്കും ഫ്രഷ് ലൈമും എത്തി. പിന്നെ വേഗം അതൊക്കെ കഴിച്ചു തിരിച്ചു പോകാനുള്ള ധൃതിയിലാണ്. അതിനിടയ്ക്ക് എനിക്കൊരു പർച്ചേസിങ് കൂടെ ഉണ്ട്. എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഗാന്ധീസ് ക്ലോസ്ഡ് ആണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒന്നുകൂടെ വന്ന് നോക്കിയായിരുന്നേ, പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും ഇനി ഫുഡ് ബാർ പർച്ചേസ് ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തോടെ അപ്പായിസ് ഷൂസ് ആൻഡ് ബാഗ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വെഡിങ്ങിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെയൊക്കെ ടൈമിൽ ഉണ്ടായിരുന്ന ഫുഡ് വെയേഴ്സ് പലതും, അതായത് വെഡിങ് ഗൗണിൻ്റെ കൂടെ ഉള്ളതല്ല, ബാക്കി ഫുഡ് വെയേഴ്സ് എല്ലാം ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കോഫി ബ്രൗൺ, വൈറ്റ്, ബ്ലൂ, ഇത് 3 ഷെയ്ഡ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ഇട്ട് നോക്കിയപ്പോഴേക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എനിക്ക് വൈറ്റാണ്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് രണ്ടും കൂടെ, അതായത് പെയറായിട്ട് മിററിലിട്ട് നോക്കിയപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ ക്ലാസി ലുക്ക് അതിൽ വെച്ച് നോക്കിയിട്ട് ഇതിനാണ് തോന്നിയത്. പിന്നെ അവിടെ പിന്നെയും നിന്ന് ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്തില്ല, ആ ഫുഡ് വെയർ പർച്ചേസ് ചെയ്തു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ചുവിന് പേസ്ട്രി വേണമെന്ന് പറഞ്ഞിട്ട് പേസ്ട്രി വാങ്ങിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് ഒരു ഷോപ്പും തുറന്നിട്ടില്ല. നിങ്ങളീ കാണുന്ന റഷുള്ള ഷോപ്പ് ഹോട്ടൽ പച്ചിലയാണ്. ആ പച്ചിലയിൽ എന്ത് തിരക്കാണെന്ന് എന്ന്, കാരണം ഓൾമോസ്റ്റ് ചേർത്തലയിലുള്ള പല റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ അല്ല. അതുകൊണ്ട് ഈ പച്ചിലയിൽ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അവിടെ ബിരിയാണി ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് അവിടെ ബിരിയാണി ഒന്നുമില്ല, മന്തി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. എനിക്ക് അവിടുത്തെ മന്തി അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പലയിടത്തും പേസ്ട്രി ഷോപ്സ് നോക്കി, പക്ഷെ ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ആ ഐഡിയ എന്തായാലും നാളത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ ഞാൻ അജിയോയിൽ നിന്ന് പെർഫോമാക്സിൻ്റെ 2 ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെയാണ് എടുത്തിട്ടുള്ളത്, ഇടാൻ വേണ്ടി ലേറ്റ് ആയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഓർഡർ ചെയ്തിട്ടുള്ള ഷോർട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.